നമസ്കാരം. പ്രധാന വാർത്തകളുമായി അവർ TV 24/7. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് യാത്രാമൊഴിയേകാൻ ലോകം. സംസ്കാരം ഇന്ന്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. 34ാമത് അബുദാബി അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് തുടക്കം. അബുദാബി 2025 മെയ് 5 വരെ നീണ്ടു നിൽക്കുന്ന 34ാമത് അബുദാബി അന്താരാഷ്ട്ര പുസ്തകമേള ഇന്ന് അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ ഔദ്യോഗികമായി ആരംഭിച്ചു. പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന ഈ പരിപാടി 2025 മെയ് 5 വരെ നീണ്ടു നിൽക്കും. അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പിന്റെ ഭാഗമായ അബുദാബി അറബിക് ഭാഷാ കേന്ദ്രം സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ മേള അറിവ് നമ്മുടെ സമൂഹത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന പ്രമേയത്തിലാണ് നടക്കുന്നത്. 96 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 1400 പ്രദർശകരുടെ പങ്കാളിത്തം ഇതിൽ ഉൾപ്പെടുന്നു. UAE-യിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫെർട്ടിലിറ്റി കോൺഫറൻസിന് സ്നേഹ ആതിഥേയത്വം വഹിക്കുന്നു. പ്യോർ ഹെൽത്തിന്റെ അനുബന്ധ സ്ഥാപനമായ സെഹ UAE-യുടെ ആദ്യ അന്താരാഷ്ട്ര ഫെർട്ടിലിറ്റി കോൺഫറൻസ് ആരംഭിച്ചതായി പ്രഖ്യാപിച്ചു. പതിറ്റാണ്ടുകളുടെ പ്രത്യുൽപാദന ആരോഗ്യ സംരക്ഷണ മികവ് ഉയർത്തിക്കാട്ടുന്നതിനും ഫെർട്ടിലിറ്റി മെഡിസിനിൽ UAE-യിലെ മുൻപന്തിയിൽ നിർത്തുന്നതിനുമുള്ള ഒരു നാഴികക്കല്ലാണിത്. ജപ്പാൻ കാൻസായി ഒസാക്ക എക്സ്പോ 2025 തിളങ്ങി UAE. ജപ്പാൻ കാൻസായി ഒസാക്ക എക്സ്പോ 2025 തിളങ്ങി UAE. ഉള്ളടക്കത്തിലും വാസ്തുവിദ്യയിലും പാരമ്പര്യവും നൂതനത്വവും സമന്വയിപ്പിക്കുന്ന UAE പവലിയൻ ഭൂമിയിൽ നിന്ന് സൂക്ഷ്മ മണ്ഡലത്തിലേക്ക് എന്ന പ്രമേയത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. തീർത്ഥാടന കാലത്ത് മക്കയിൽ താമസം ഹജ്ജ് വിസക്കാർക്ക് മാത്രം. ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ ഹജ്ജ് ഇതര വിസക്കാർ മക്കയിൽ താമസിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. ഈ മാസം 29 മുതൽ ഹജ്ജ് സീസൺ അവസാനിക്കുന്നതുവരെ വിലക്ക് തുടരുമെന്ന് ടൂറിസം മന്ത്രാലയം അറിയിച്ചു. ഇറാൻ US ആണവ കരാർ. മസ്കത്തിൽ ഇന്ന് 3ാം ഘട്ട ചർച്ച. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാറിന്റെ 3ാം ഘട്ട ചർച്ച ഇന്ന് മസ്കറ്റിൽ നടക്കും. ചർച്ചയ്ക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഇന്നലെ മസ്കറ്റിലെത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആണ് അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നത്. ഇക്വഡോറിൽ 6.3 തീവ്രതയുള്ള ഭൂചലനം, 20 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച ഇക്വഡോർ തീരത്തിന് സമീപം 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതായി യൂറോപ്യൻ മെഡിറ്ററേനിയൻ ഡിസ്മോളജിക്കൽ സെന്റർ അറിയിച്ചു. 29 പേർക്ക് പരിക്കേറ്റു. എസ്മെറാൾഡാസ് നഗരത്തിലെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നടി രന്യ റാവുവിനെതിരെ കൊഫെപോസ വകുപ്പ് ചുമത്തി. ജാമ്യം ലഭിക്കില്ല. സ്വർണ്ണക്കടത്ത് കേസിൽ കന്നഡ നടി രന്യ റാവുവിനെതിരെ കൊഫെപോസ വകുപ്പും ചുമത്തി. കേസ് അന്വേഷിക്കുന്ന DRIയുടെ നിർദ്ദേശപ്രകാരം സെൻട്രൽ ഇക്കണോമിക്സ് ഇന്റലിജൻസ് ബ്യൂറോയാണ് രന്യക്കെതിരെ കൊഫെപോസ ചുമത്തിയത്. ആദ്യ വാർഷിക ജനറൽ മീറ്റിംഗിൽ നിക്ഷേപകർക്കായി വമ്പൻ പ്രഖ്യാപനവുമായി ലുലു റീറ്റെയിൽ. 85% ലാഭവിഹിതം നിക്ഷേപകർക്ക്. അബുദാബിയിൽ നടന്ന ലുലു റീറ്റെയിലിന്റെ ആദ്യ വാർഷിക ജനറൽ മീറ്റിംഗിൽ നിക്ഷേപകർക്കായി ലുലുവിന്റെ വമ്പൻ പ്രഖ്യാപനം. 85% ലാഭവിഹിതം നിക്ഷേപകർക്ക് നൽകും. 7208 മില്യൺ രൂപയുടെ ലാഭവിഹിതം പ്രഖ്യാപിച്ചു. 75% ലാഭവിഹിതം എന്ന മുൻധാരണയേക്കാൾ 10% അധികം ലാഭവിഹിതമാണ് ഇതോടെ നിക്ഷേപകർക്ക് ലഭിക്കുക. 2024 സാമ്പത്തിക പാദത്തിലും ഏറ്റവും മികച്ച വളർച്ചാ നിരക്കാണ് ലുലു റീറ്റെയിൽ രേഖപ്പെടുത്തിയത്. സുസ്ഥിരമായ വളർച്ചയിലൂടെ റീറ്റെയിൽ മേഖലയിൽ സുപ്രധാനമായ പങ്കാണ് ലുലു വഹിക്കുന്നതെന്നും ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്നും ലുലു റീറ്റെയിൽ CEO സെയ്ഫ് രൂപാവാല പറഞ്ഞു. ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. പ്രമുഖ ചരിത്ര പണ്ഡിതനും ഗവേഷകനും അധ്യാപകനുമായിരുന്ന MGS നാരായണൻ അന്തരിച്ചു. ഇന്നു രാവിലെ 9:52 കോഴിക്കോട് മലാപ്പറമ്പിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ചരിത്ര ഗവേഷണത്തിലും അവതരണത്തിലും തന്റേതായ വഴി വെട്ടിത്തുറക്കുകയും പ്രാചീന കേരള ചരിത്ര പഠനത്തിന്റെ ഗതി തന്നെ മാറ്റുകയും ചെയ്ത ദിഷണാശാലിയായിരുന്നു MGS. പാകിസ്ഥാനിൽ വൻ സ്ഫോടനം. സൈനിക വാഹനം ബോംബ് വെച്ച് തകർത്തു. 10 പാക് സൈനികർ കൊല്ലപ്പെട്ടു. നാട്ടിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെ പ്രവാസി മലയാളി അന്തരിച്ചു. അനൂപ് വിവാഹിതനായിട്ട് 6 മാസം. കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെ മലയാളി യുവാവ് അന്തരിച്ചു. ഫോർട്ട് കൊച്ചി പള്ളുരുത്തി ബിന്നി കമ്പനി റോഡ് അറക്കൽ വീട്ടിൽ അനൂപ് ബിന്നി ആണ് ഇന്ന് അന്തരിച്ചത്. 32 വയസ്സായിരുന്നു. ഇനി സ്പോർട്സ്.
സ്പോർട്സ് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഗൂറോ ഇൻഷുറൻസ് ബ്രോക്കറേജ് LLC. ഏഷ്യൻ അത്ലറ്റിക്സ് ഇന്ത്യൻ ടീമിൽ 59 പേർ, 8 മലയാളികൾ. 8 മലയാളികൾ ഉൾപ്പെടെ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനുള്ള 59 അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 31 പുരുഷന്മാരും 28 വനിതകളുമാണ് ടീമിലുള്ളത്. പാകിസ്ഥാൻ സൂപ്പർ ലീഗിനിടെ മോഷണം. ന്യൂസിലൻഡ് താരം ഡാരിൽ മിച്ചലിന്റെ 2 കോടി വിലയുള്ള വാച്ച് കാണാനില്ല. ക്രിക്കറ്റിൽ നിന്ന് അവധിയെടുത്ത് പാകിസ്ഥാൻ വനിതാ താരം നിദ ദർ. മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിനായി ദേശീയ ക്രിക്കറ്റ് ടീമിൽ നിന്ന് അവധിയെടുത്ത് പാകിസ്ഥാൻ വനിതാ താരം നിദ ദർ. മുൻ ക്യാപ്റ്റൻ കൂടിയായ നിദ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് താൻ ദേശീയ ടീമിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യം അറിയിച്ചത്. ഒമാൻ ചെയർമാൻസ് 11-മായുള്ള 3-ാം ഏകദിന മത്സരത്തിൽ കേരള ടീമിന് 76 റൺസിന് വിജയം. രോഹൻ കുന്നുമലിന് വീണ്ടും സെഞ്ചുറി. 2028 ഒളിമ്പിക്സിൽ വനിതകൾ കൂടുതൽ. വനിതാ അത്ലറ്റിക്കുകളുടെ പങ്കാളിത്തത്തിൽ ചരിത്രം കുറിക്കാൻ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി പുരുഷന്മാരെക്കാൾ വനിതാ കായിക താരങ്ങൾ പങ്കെടുക്കുന്നതിന്റെ റെക്കോർഡാണ് 2028 ഗെയിംസിനെ കാത്തിരിക്കുന്നത്. 5333 വനിതകളും 5167 പുരുഷന്മാരും ലോസ് ആഞ്ചലസിൽ മത്സരിക്കുമെന്ന് രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റി വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. This news brought to you by Lucky Center and Lucky Department Store, Ajuman.